താങ്ക് യു കെ കെ ചേട്ടാ. യാ, എന്നെ എന്നെ കേൾക്കാമല്ലോ അല്ലേ? ഒന്ന് ലൈക്ക് യെസ്, കേൾക്കാം കേൾക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഐ അപ്രീഷിയേറ്റ് ചെയ്യൂ. നമ്മൾ 400 പേര് ടച്ച് ചെയ്തു. ഇന്നത്തെ കാലത്ത് ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ 10, 50, 60 പേരൊക്കെ വരുന്ന സ്ഥലത്ത് സോ യു പീപ്പിൾ ആർ റിയലി അമേസിങ്. ഓക്കെ. പക്ഷേ 400 പേരിൽ 10 15 പേര് മാത്രമേ ക്യാമറ ഓണുള്ളൂ. എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് കൂടുതൽ ആൾക്കാരെ കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റിയാലാണ് ആ, നല്ലവണ്ണം സംസാരിക്കാൻ പറ്റുക. കാരണം നിങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് പ്രത്യേക പ്രത്യേക നിമിഷത്തിന് വേണ്ടിയാണല്ലോ. ഒറ്റ കാര്യമുള്ളൂ, ജീവിതത്തിൽ രക്ഷപ്പെടുക. ജീവിതത്തിൽ രക്ഷപ്പെടുക, രക്ഷപ്പെടണം, എല്ലാവർക്കും രക്ഷപ്പെടണം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കേൾക്കാതിരിക്കുമ്പോൾ കണ്ടുകൊണ്ട് വർത്തമാനം പറഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയാവുകയെ. അതുകൊണ്ടാ. യാ, താങ്ക് യു. സോ നമ്മളൊരു 5 6 മിനിറ്റ്സ് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ സ്ട്രൈറ്റ് അവേ ഈ പ്രോഗ്രാമിലേക്ക് കടക്കണം കേട്ടോ. കെ കെ ചേട്ടൻ വളരെ ഭംഗിയായിട്ടൊക്കെ പരിചയപ്പെടുത്തി. ഇനി ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ലൈക്ക് എൻ്റെ സ്ക്രീൻ ഷെയർ ആയെങ്കിൽ നിങ്ങളൊന്ന് ഇങ്ങനെ കാണിക്കണം. യെസ്, Yeah. ഓക്കെ. ആയുഷ് കാമിയ. ഈ പേര് കേട്ടവരുണ്ട്, കേൾക്കാത്തവരുണ്ട്. ഇതിന്റെ അർത്ഥം സിമ്പിളാണ്: ആയുസിനെ കാമിക്കുന്നവർക്കായി. ആയുസിനെ കാമിക്കുന്നവർക്കായി എന്ന് പറയുമ്പോൾ ഇത് ആ, നമ്മുടെ ആയുർവേദത്തിന്റെ പൗരാണിക ഗ്രന്ഥങ്ങളിൽ ഒന്നായ അഷ്ടാംഗ ഹൃദയത്തിന്റെ ആ, ആദ്യ താളുകളിലെ വാക്കാണ് ആയുഷ് കാമിയ. എന്തുകൊണ്ടൊരു പ്രോഗ്രാമിന് ആ പേരിട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം, നമുക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ വളരെ വേഗത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പ്രിയപ്പെട്ടവർ കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളാണ് ടീച്ചറമ്മ. പക്ഷെ ഇപ്പൊ ഇല്ല, പോയി. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ആളാണ് എസ് പി സാറ്. ഇപ്പൊ ഇല്ല. അപ്പൊ നമുക്ക് പ്രിയപ്പെട്ടവർ വിട പറഞ്ഞു പോകുമ്പോൾ അതിന്റെ ആഘാതം അത് അനുഭവിച്ചവർക്കാണ് ശരിക്കും ഞാനീ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകം അറിയാലോ അല്ലെ? ഇന്നും നാളെയും ഒക്കെ ആയിട്ട് നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന ഈ വിഷയം സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീടുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന, നമ്മുടെ ഉറ്റവരായിരുന്ന, കഴിഞ്ഞ വർഷം ചിലപ്പോ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും നമ്മുടെ ഹിന്ദു വിശ്വാസ പ്രകാരം, ഇതിനകത്ത് എല്ലാ മതവിശ്വാസങ്ങളും ഉണ്ടാവും, ഞാൻ എൻ്റെ കാര്യം പറയാണ് കേട്ടോ, വിശ്വാസപ്രകാരം ഇന്ന് അവർ വിസിറ്റ് ചെയ്യുന്ന, അല്ലെ അവർ വന്നു പോകുന്ന ദിവസങ്ങളാണ് ഇന്ന് നാളെയും ഒക്കെ. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഇന്ന് ആയുസിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അവരുടെ ആയുസിനെ കുറിച്ച് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാനൊരു ഫോട്ടോ നിങ്ങളെ കാണിക്കാം. ഇതെന്റെ ഫാമിലിയാണ്. എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ വൈഫ്, എൻ്റെ പെങ്ങള്, പെങ്ങളുടെ ഹസ്ബൻഡ്, ഞങ്ങളുടെ മക്കൾ. എനിക്കൊരു മോനാണ്, പെങ്ങൾക്ക് 2 പെൺകുട്ടികളാണ്. ഈ ഫോട്ടോ ഇനി എടുക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഇല്ല. നേരത്തെ കെ കെ ചേട്ടൻ പറഞ്ഞു ഞാൻ പോലീസ് ജോലി റിസൈൻ ചെയ്തിട്ട് കൃഷിയിലേക്ക് വന്നെന്ന് പറഞ്ഞു. അതിന് കാരണം എൻ്റെ ഗ്രാമത്തിൽ എൻ്റെ ഒരു സുഹൃത്തിന്റെ മരണമാണ്. ഞങ്ങളുടെ ഗ്രാമത്തിൽ ആകെ പടർന്നു പിടിച്ച ക്യാൻസറാണ്. എൻ്റെ അപ്പനെയും കൊണ്ടുപോയത് ഇതേ ക്യാൻസർ തന്നെയാണ്. അപ്പൊ ഞാനിപ്പോ ഈ മീറ്റിംഗിൽ ഇങ്ങനെ പറയുമ്പോൾ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോയവർക്ക് അത് വളരെ വേഗം കണക്ട് ചെയ്യാൻ പറ്റും. അതിന്റെ വേദന, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം, ഇന്നും നാളെയും ഒക്കെ ആയിട്ട് നമ്മൾ അവരെ ഓർക്കുന്നൊരു ദിവസം. അപ്പൊ ഇനി അങ്ങനെ ഒരാളുടെ വീട്ടിലുണ്ടാവരുത്. കാരണം ഇപ്പൊ നമ്മളിരിക്കുന്ന എത്ര പേരുണ്ട്? നമ്മളിരിക്കുന്ന ഈ 400 പേര്, 408 പേർ, നമ്മളും ആരുടെയൊക്കെയോ പ്രിയപ്പെട്ടവരാണ്. ശരിയോ തെറ്റോ? ഞാൻ പറയുന്നത് യോജിക്കുന്നതിന് ഇങ്ങനെ വെക്കാം കേട്ടോ കൈ. കാരണം നിങ്ങൾക്ക് എനിക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ലാതോ. അപ്പൊ നമ്മളും ആരുടെയൊക്കെയോ പ്രിയപ്പെട്ടവരാണ്. നമുക്കും ഇവരെല്ലാവരും പ്രിയപ്പെട്ടവരാണ്. അപ്പൊ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ഒന്ന് ജസ്റ്റ് കണ്ണടച്ചിട്ട് നിങ്ങളുടെ വീട്ടിലെ പ്രിയപ്പെട്ടവരെന്ന് ആലോചിച്ച് നോക്കി. അവരെല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം, നിങ്ങളുടെ ഫാമിലി ഫോട്ടോ ഇപ്പോൾ ഉണ്ടെങ്കിൽ അടുത്ത വർഷവും ഇനി 10 വർഷം കഴിഞ്ഞോ 50 വർഷം കഴിഞ്ഞൊക്കെ ഫാമിലി ഫോട്ടോ എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ കിട്ടണം, ഇങ്ങനൊരു ഫോട്ടോ തന്നെ കിട്ടണം.
അല്ലാതെ ആരെങ്കിലും ഒരാൾ പിരിഞ്ഞു പോകുന്ന ഒരു സംഭവം ഉണ്ടാവരുത്. അപ്പൊ ആരെങ്കിലും ഒരാൾ പിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണങ്ങൾ വാർദ്ധക്യമല്ല. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്യുന്ന വിഷയം ഇതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ എടുക്കുന്ന വിഷയങ്ങളൊക്കെ ഇതാണ്. വാർദ്ധക്യമേൽക്കാത്ത ശരീരം എന്ന് പറയുന്ന സാധനത്തിലാണ് നമ്മൾ എൻ്റെ റിസർച്ചുകളും എൻ്റെ ക്ലാസ്സുകളൊക്കെ നടക്കുക. മറിച്ച് രോഗങ്ങളാണ്. അപ്പൊ ഇന്നത്തെ നമ്മൾ ഈ പ്രോഗ്രാമിന് ഈ ആയുഷ്കാമി എന്ന പേരിനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാർദ്ധക്യം വന്ന് മരിക്കാം, രോഗം വന്ന് മരിക്കരുത്. അങ്ങനെയെങ്കിൽ രോഗം വരാതെ ജീവിക്കാൻ പറ്റും. എന്നാൽ അത് മാത്രമല്ല ഇന്നത്തെ പ്രോഗ്രാമിന്റെ പ്രത്യേകത. ആ രോഗം വരാതെ ജീവിക്കണമെന്ന ആഗ്രഹം നമ്മുടെ ഉള്ളിലെടുത്ത് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു പല പ്രശ്നങ്ങൾക്കും പരിഹാരം കൂടി കാണാൻ വേണ്ടിയാണ് ഇന്നത്തെ മീറ്റിംഗ്. ഇത് റിയൽ സൊല്യൂഷനാണ്. നിങ്ങളുടെ കുറെ പ്രശ്നങ്ങൾ നിങ്ങൾ ഇന്നിവിടെ ഇറക്കി വെക്കും. എൻ്റെ വാക്ക്, എൻ്റെ ഗ്യാരണ്ടിയാണ് കേട്ടോ. നിങ്ങളുടെ കുറെ പ്രശ്നങ്ങൾ നിങ്ങൾ ഇന്നിവിടെ ഇറക്കി വെച്ചിട്ട് ഇവിടുന്ന് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഇളകിയിരുന്നേ. എൻ്റെ കയ്യിലൊന്ന് അടിച്ചേ, നമുക്ക് ഒന്നിച്ച് കണക്ട് ചെയ്യാം. കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, താങ്ക് യു, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, ഓക്കെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടി കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ്. കാരണം ഇത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതും ചില നിയോഗമാണ്. ചിലർക്ക് ഇത് മനസ്സിലാവില്ല. ചിലർക്ക് എത്ര പറഞ്ഞാൽ ഈ സാധനങ്ങൾ മനസ്സിലാവില്ല. കാരണം അവരുടെ നിലവിലുള്ള പ്രോഗ്രാം അതിനെ കയറാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് മനസ്സിലാവട്ടെ. സോ ഹൗ ടു സ്റ്റേ ഹെൽത്തി അല്ലെ? നമുക്ക് ഈ ആയുസിന്റെ കാര്യത്തിൽ ആരോഗ്യത്തോടെ ഇരിക്കണം. ഞാനും ഇരിക്കണം, നിങ്ങളും ഇരിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവർ, എനിക്ക് എൻ്റെ അമ്മയുണ്ട്. അമ്മയ്ക്ക് 66 വയസ്സാവുന്നു. ഇവരെല്ലാവരും പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് ആരോഗ്യത്തെക്കുറിച്ച് വരുമ്പോൾ ആദ്യം വരുന്നത് ഹോസ്പിറ്റലാണ്. പിന്നെ ഉള്ളത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. എൻ്റെ അമ്മയ്ക്ക് പ്രായമായതുകൊണ്ട് ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ നല്ല ഹൈ ആണ്. എങ്കിലും ഞാൻ എടുത്തു വെക്കുന്നത് എന്താ? എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ചികിത്സ കൊടുക്കണം. ഇനി എന്തെങ്കിലും പറ്റിയാലോ അമ്മയ്ക്ക് ഇനി പ്രായമായി വരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ചികിത്സ കൊടുക്കണം. ഇതൊക്കെ മക്കളുടെ ആഗ്രഹങ്ങളാണല്ലോ. ഇപ്പൊ ഞാനും നിങ്ങളും ഒക്കെ മക്കളാണല്ലോ. ഇനി നമ്മളൊക്കെ പേരൻസുമാണ്, നമ്മളൊക്കെ അപ്പനും അമ്മയും അതുകൂടിയാണ്. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് രഹസ്യങ്ങൾ, 2 രഹസ്യങ്ങൾ ഇന്ന് ഷെയർ ചെയ്യും കേട്ടോ. 2 രഹസ്യങ്ങൾ ഷെയർ ചെയ്യും. ആ രഹസ്യങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റും. നോക്കൂ, നിങ്ങൾക്ക് അസുഖത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ അസുഖത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് നമ്മുടെ ടെൻഷനാണ്. നമ്മൾ ക്യാരി ചെയ്യുന്ന, നമ്മൾക്ക് സന്തോഷത്തോടെ എപ്പോഴും ഇരിക്കാൻ സാധിച്ചാൽ ഒരു പരിധി നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെയല്ലോ. നമ്മൾ നിത്യജീവിതത്തിൽ ജീവിക്കുന്ന സാമൂഹ്യ ജീവിയാണ്. എല്ലാവർക്കും സന്തോഷത്തോടെ ഇരിക്കാനാണ് ആഗ്രഹം. പക്ഷെ കുറെ കഴിയുമ്പോൾ ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമുക്ക് ടെൻഷൻ ഉണ്ടാവും, പലതരത്തിലുള്ള ടെൻഷൻ ഉണ്ടാവും. ഈ രോഗമുണ്ടാക്കാൻ പല കാരണങ്ങളുണ്ട് കേട്ടോ. അതിലൊന്നാണ് ടെൻഷൻ. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ടെൻഷനാണ്. കാരണം നമ്മുടെ മാനസിക ആരോഗ്യവും നമ്മുടെ ശാരീരിക ആരോഗ്യവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിലാണ് നിങ്ങളുടെ ശരീരത്തിൽ അസുഖം വരാതിരിക്കുകയുള്ളൂ. ഈ മെന്റൽ ഹെൽത്തിന് കാരണമാകുന്ന, മെന്റൽ ഹെൽത്ത് കൊണ്ട് ഈ ശരീരത്തില്, ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം മനസ്സിലാണ് അസുഖം വരിക. ഈ മനസ്സിൽ വരുന്ന ഈ ശരീരവും മനസ്സുമായിട്ടുള്ള കണക്ഷൻ നമ്മളതിനെ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് വിളിക്കുക. സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ്. ഞാൻ ഈ പറയുന്ന എല്ലാത്തിനും ശാസ്ത്രീയ അടിത്തറയുണ്ട് കേട്ടോ, വെറുതെ പറയല്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ അധികം അസുഖം ഉണ്ടായി. ഈ മനസ്സിലുണ്ടാകുന്ന അസുഖം നമ്മുടെ ശരീരത്തിൽ കുറെ നെഗറ്റീവ് ഹോർമോൺസ് ഉണ്ടാക്കി. ഈ ഹോർമോൺസ് നമ്മുടെ ശരീരകോശങ്ങളെ നശിപ്പിച്ച് നമ്മൾ അസുഖത്തിലേക്ക് പോകുമ്പോൾ അതിന് ഏറ്റവും കാരണം സ്ട്രെസ്സിന് കാരണങ്ങൾ പലതുണ്ടാവും. നമുക്ക് നല്ലൊരു ജോലി ഇല്ലാത്താവാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫ് സെറ്റ് ആവാത്താവാം, നമുക്ക് കടങ്ങളുള്ളതാവാം, ഈ അയൽവക്കത്ത് തമ്മിലുള്ള വഴക്കാവാം, അല്ലെങ്കിൽ എന്തും ആവാം കേട്ടോ. എവിടെയും നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. ഇപ്പോഴാണെങ്കിൽ നമ്മളെല്ലാം സ്ട്രെസ്ഡാണ്. ടി വി വെച്ച് കഴിഞ്ഞാലും ഈ വയനാട് ദുരന്തം നമുക്ക് സ്ട്രെസ്സാണ്. അതിനു മുമ്പ് അർജുന്റെ നമുക്ക് സ്ട്രെസ്സാണ്. അപ്പോൾ ചുറ്റുവട്ടത്തുള്ള എല്ലാ സ്ട്രെസ്സുകളും നമ്മളെ രോഗിയാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്ട്രെസ്സിനെ കുറിച്ച് സംസാരിക്കാൻ സമയമില്ല. ഞാൻ ഒറ്റ സ്ട്രെസ്സിനെ കുറിച്ച് പറയാം. ഇറ്റ് ഈസ് കോൾഡ് ഫിനാൻഷ്യൽ സ്ട്രെസ്. സമ്പത്തില്ലാത്തതിന്റെ പേരിൽ, കടമുള്ളതിന്റെ പേരിൽ, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹിച്ച ജീവിതം നയിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. അങ്ങനെ സ്ട്രെസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ഒറ്റ കയ്യിലടിക്കാം. സാറേ, സമ്പത്തിന്റെ പേരിൽ എനിക്ക് സ്ട്രെസ് ഉണ്ട്. അത്യാവശ്യം എല്ലാവരും ഉണ്ടല്ലോ. നോക്കൂ, ഒരു ശരാശരി മലയാളി ചിന്തിക്കുന്നത് ഒരു നേരം ഇരുണ്ട് വെളുക്കുമ്പോൾ എൻ്റെ അവസ്ഥ മാറും. അതുകൊണ്ടാണ് ഇത്രയധികം ലോട്ടറി ടിക്കറ്റ് നമ്മുടെ നാട്ടിൽ വയ്ക്കുക. നോ, മാറൂല കൂട്ടുകാരെ, മാറൂല. ഇനി ലോട്ടറി അടിച്ചാലും നിങ്ങൾ കുറച്ചാളുകളും പാപ്പരായിരിക്കും. മറിച്ച്
സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പ്ലാനും പ്രവൃത്തിയും ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലേറ്റെടുത്ത് വെച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ പോയാൽ ഒരു 3 years 100% നിങ്ങൾ ഈ കടത്തിനൊക്കെ മുക്തരായിരിക്കും. 99% അല്ല കേട്ടോ, 100%. ഒരാനയെ എങ്ങനെ തിന്നാമെന്ന് ചോദിച്ചാൽ ആനയെ കഷ്ണങ്ങളാക്കിയാൽ മതി. അതേപോലെ നിങ്ങൾക്ക് വലിയ കടങ്ങളുണ്ടോ? എനിക്കറിയില്ല, ഇതിനകത്ത് ഇരിക്കുന്ന ആരോ ചിലക്ക് കുഞ്ഞിക്കടയൊക്കെ ചിലക്ക് വലിയ കടയായിരിക്കും. എന്തു തന്നെ ആയാലും നിങ്ങൾക്കൊരു ബെസ്റ്റ് സൊല്യൂഷൻ ഇവിടെ കിട്ടും. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. കാരണം എൻ്റെ പ്രൊഫഷൻ അതാണ്. നിരവധി രാജ്യങ്ങളിലെ വലിയ വലിയ കമ്പനികൾ, കുറെ വ്യക്തികൾ, ഇവർക്കൊക്കെ അവരുടെ ലൈഫ് ഡിസൈൻ ചെയ്യുക, അവരുടെ ബിസിനസ് ഡിസൈൻ ചെയ്യുക, അവരെ മെന്റർ ചെയ്യുക, മുന്നിൽ നിന്ന് നയിക്കുക. ദാറ്റ്സ് മൈ പ്രൊഫഷൻ. എൻ്റെ ജോലി അതാണ്, എൻ്റെ തൊഴിൽ അതാണ്. ആ ധൈര്യത്തിലാണ് കൂട്ടുകാരെ ഞാൻ നിങ്ങളോട് ഒരു ഗ്യാരണ്ടി തരുന്നത്. ഈ 100% ഇത് സക്സസ് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് പോലെ പോയാൽ നമ്മൾ വിജയിക്കുമെന്ന് പറയാനുള്ള കാരണം ഈ മേഖലയിൽ അങ്ങനെ കുറെ ചരിത്രങ്ങൾ സൃഷ്ടിച്ച ഒരു പാരമ്പര്യം ദൈവാനുഗ്രഹിച്ച് നമുക്കുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി അങ്ങോട്ടേക്കുള്ള സെഷൻ വളരെ ശ്രദ്ധിച്ച് ഇരിക്കണം. നിങ്ങളിപ്പോൾ ഈ മീറ്റിങ്ങിലേക്ക് വന്നിരിക്കുന്നത് വളരെ ഫ്രീ ആയിട്ടാണ്, ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ്. പക്ഷേ നിങ്ങൾ ഒരു കോർപ്പറേറ്റ് കമ്പനി മുതലാളിയാണെങ്കിൽ എൻ്റെ ഇങ്ങനൊരു സെഷൻ നിങ്ങൾ തരേണ്ടി വരിക 3 ലക്ഷം രൂപയും താമസവും ഭക്ഷണവും ഫ്ലൈറ്റ് ടിക്കറ്റുമാണ്. അപ്പോൾ ഇവിടെ 3 ലക്ഷം ഒന്നും വേണ്ട, മറിച്ച് ഒറ്റ കമ്മിറ്റ്മെന്റ് മതി. മൈ ലൈഫ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. എൻ്റെ ജീവിതം എൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ജീവിതം ബെസ്റ്റ് ആക്കാനുള്ള ഡ്യൂട്ടി എനിക്കാണ്. അതിനുവേണ്ടി പുത്തൻ കാര്യങ്ങൾ പഠിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ ഒരൊറ്റ കമ്മിറ്റ്മെന്റ് മാത്രം മതി. ആ കമ്മിറ്റ്മെന്റ് ഉള്ളവർ മാത്രം എൻ്റെ കയ്യിലടിക്കാം. മൈ ലൈഫ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ഞാൻ പിടിച്ചിട്ടുണ്ട്, അടിച്ചോ. ഓക്കെ. ഇങ്ങനൊരു വാർത്ത നിങ്ങൾ കണ്ടായിരുന്നു? കാരണം ഒരു മെന്ററുടെ ജോലി ഇങ്ങനെ അവസരങ്ങളെ കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഇങ്ങനൊരു വാർത്തകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ന്യൂട്രാസ്യൂട്ടിക്കൽ ഹബ്ബാൻ ഒരുങ്ങി കേരളം. പത്രത്തിൽ വന്ന വലിയൊരു ഏത് പത്രം എനിക്കറിയില്ല. ഇത് 24/7/2024 വന്ന പത്രമാണ്. തിരുവനന്തപുരം തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽ ആരംഭിക്കുന്ന അനുമതി നൽകി. ഈ പത്രം നമ്മൾ കണ്ടിട്ടുണ്ട്, വിട്ടിട്ടുണ്ട്. പൊന്നൊരുക്കുന്നിടക്ക് പൂച്ചയ്ക്ക് എന്ത് കാര്യം? എത്രയോ വാർത്തകൾ പത്രത്തിൽ വരുന്നു, ഇതും വന്നുപോയി. നമുക്ക് എന്താണ് കാര്യം? പക്ഷെ ഈ പരസ്യം ശ്രദ്ധിച്ച കുറെ ആൾക്കാരുണ്ടാവും. ഇവിടുത്തെ കോർപ്പറേറ്റ് കമ്പനികൾ, ഇവിടുത്തെ മരുന്ന് മുതലാളിമാർ, ഇവിടുത്തെ ബിസിനസ് ഓണേഴ്സ്, ഇവരൊക്കെ ഈ പരസ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ പരാതി എന്താ? നമ്മുടെ പൈസ ഇല്ല. നമ്മൾ പൈസ ഇല്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുമ്പോഴും ഈ പരസ്യം വന്നിട്ടുണ്ടേ നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇനി കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടില്ല. കാരണം നമുക്കതുകൊണ്ട് എന്താ പ്രയോജനം? ഇത്ര പല കാര്യങ്ങളും വരുന്നു, അദാനി പോർട്ട് വരുന്നു, നമുക്ക് എന്താ കാര്യം? നിങ്ങൾ ഈ എന്താ ഇപ്പോൾ? കാരണം എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ വാക്കുപോലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ. ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്താണെന്ന് ആ പത്രവാർത്ത ഉണ്ടായിരുന്നു. പാർശ്വഫലങ്ങൾ കുറവാണെന്നുകൊണ്ടും പ്രകൃതിജന്യ വസ്തുക്കൾ ഞാൻ 1 മിനിറ്റ് സമയം തരാം, നിങ്ങളൊന്ന് വായിച്ചോ. എന്താണ് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചോളൂ. ഇത് പത്രത്തിൽ വന്ന വാർത്തയുടെ ഫേസ്ബുക്ക് പേജ് ഞാൻ ഇതെടുത്താണ് കേട്ടോ, സ്ക്രീൻഷോട്ട് എടുത്താണ്. 1 മിനിറ്റ് ഞാൻ വായിക്കാൻ തരാം. അപ്പൊ ഇതൊക്കെ എന്താണ് ഈ പരസ്യം, എന്താണ് ഇവരെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. ഓക്കെ. അപ്പൊ നമുക്ക് മനസ്സിലായി, ആയുർവേദത്തിന്റെ ഈറ്റില്ലമായ ഭാരതത്തിൽ നിന്നും പുതിയൊരു കോൺസെപ്റ്റ് വരുന്നു. എക്സ്പെഷ്യലി കേരളത്തിൽ നിന്നും പുതിയൊരു കോൺസെപ്റ്റ് വരുന്നു, ന്യൂട്രാസ്യൂട്ടിക്കൽസ്. മോഡേൺ മെഡിസിന്റെ ഇമ്പാക്ട് പവർ ഉണ്ടെങ്കിലും മോഡേൺ മെഡിസിന്റെ സൈഡ് എഫക്റ്റ് ഇല്ലാതെ, പാർശ്വഫലങ്ങളില്ലാതെ, ആയുർവേദത്തിന്റെ 10 ഇരട്ടി പെനിട്രേറ്റിംഗ് പവറുള്ള ആരോഗ്യ രംഗത്തെ പുത്തനൊരു വിപ്ലവത്തിന് കേരളത്തിൽ തുടക്കമാകാൻ ഒരുങ്ങുന്നു. എന്നാൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഈ വിഷയം
വർഷങ്ങൾക്ക് മുമ്പേ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച കുറെ ആളുകൾ ഇവിടെ ഉണ്ട്. എന്താണ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കി പറയും, ഇറ്റ്സ് സൂപ്പർ ഫുഡ്. ഇറ്റ്സ് സൂപ്പർ ഫുഡ്, ഭക്ഷണമാണ്. പക്ഷേ ഇതിന് ഔഷധ മൂല്യമുണ്ട്, രോഗശമന ശക്തിയുണ്ട്. ആസ് എ മെന്റർ, മൈ ഫസ്റ്റ് സജഷൻ, നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ, പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങളൊരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതോടൊപ്പം നിങ്ങൾ ആരോഗ്യത്തോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, യു ഷുഡ് ലേൺ വാട്ട് ഈസ് ന്യൂട്രാസ്യൂട്ടിക്കൽ. ന്യൂട്രാസ്യൂട്ടിക്കൽ എന്താണെന്ന് പഠിച്ച് ആ മേഖലയിലെ എനിക്ക് എന്തെങ്കിലും അവസരമുണ്ടോ എന്ന് നോക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും അവസരമുണ്ടോ? ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താ? അയ്യോ സാറേ, എൻ്റെ ഒന്നുമില്ല, ഞാൻ ഹെൽപ്ലെസ് ആണ്, ഞാൻ പെണ്ണാണ്, ഞാൻ വെറും ഒരു വീട്ടമ്മയാണ്, എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്, എന്നെ കാണാൻ കൊള്ളൂല, എനിക്ക് പൈസ ഇല്ല, എനിക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല. പല പരാതികളും പരിമിതികളുമാണെന്ന് എപ്പോഴും മുന്നോട്ട് വെക്കുക. ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ സാറേ, ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾക്കുള്ളതാണ്. ഇത് ഇവിടുത്തെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്കുള്ളതല്ല. ഞാൻ നിങ്ങൾക്ക് ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനെ പരിചയപ്പെടുത്തുകയാണ്. ആ ഓർഗനൈസേഷന്റെ പേരാണ് ഓക്സിനോ. ഓക്സി വെൽനസ്, വെൽനസ് ഫോർ എവ്രി വൺ. നമ്മുടെ ഗവൺമെന്റ് റിസർച്ച് സെന്റർ ആരംഭിക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ അതിനും 4-5 വർഷങ്ങൾക്ക് മുമ്പേ ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയെ മലയാളക്കരയിൽ വളരെ ശക്തമായി അവതരിപ്പിച്ച ഓർഗനൈസേഷൻ ഒന്നാണ് ഓക്സി വെൽനസ്. നിങ്ങൾക്ക് എനിക്കൊരു കാര്യം അറിയാം, ഏതൊരു ട്രെൻഡിങ് സംഭവവും ഏറ്റവും ആദ്യമാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുക. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് അതിന്റെ ഏറ്റവും ആദ്യ മൊമെന്റിൽ വന്ന് ചെറിയ വിലയ്ക്ക് സ്ഥലം മേടിച്ചവരാണ് പിന്നെ കോടികൾ ഉണ്ടാക്കിയത്. സ്വർണം പണ്ട് ഈ 1000 രൂപയ്ക്കൊക്കെ മേടിച്ചവർക്ക് ഇന്ന്. അപ്പോൾ ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ആകാൻ തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ആ ഇൻഡസ്ട്രിയിൽ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന ഒരു ഓർഗനൈസേഷനിലേക്ക് വരാനാണ് കൂട്ടുകാരെ നിങ്ങൾ ക്ഷണിക്കുക. നിങ്ങളുടെ പരിമിതികൾ എന്തു തന്നെ ആയാലും നിങ്ങൾക്കിത് പറ്റും. അതിന് കാരണം എന്താണെന്നറിയോ? ഉജാല നമ്മുടെ മലയാളിയാണ്. തൃശ്ശൂർക്കാരൻ രാമേന്ദ്രേട്ടന്റെ സാധനമാണ് ഉജാല. രാമേന്ദ്രേട്ടൻ അംബാനി ചോദിച്ചിട്ട് പുള്ളി കൊടുത്തിട്ടില്ലായിരിക്കും, ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, പക്ഷെ ചോദിച്ചിട്ടും കൊടുത്തിട്ടുണ്ടാവില്ല. കാരണം അന്ന് ചിലപ്പോൾ 1 കോടി രൂപയ്ക്ക് അംബാനി മേടിച്ചിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് ഈ കോടാനുകോടിയുടെ റിട്ടേൺ കിട്ടില്ലായിരുന്നു. അപ്പോ ചില കണ്ടുപിടുത്തങ്ങൾ, ചില ഫോർമുലാസ്, ചില ഐഡിയാസ്, ചില മനുഷ്യർ ഈ ലോകത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിക്കും. അങ്ങനെ ഒരു മനുഷ്യനാണ് ഇത്, ഡോക്ടർ സജീവ് കുമാർ. പ്രകൃതിജന്യം നിങ്ങൾ വായിച്ചില്ലായിരുന്നോ? നമുക്ക് ചുറ്റും കാണുന്ന, ആയുർവേദത്തിലല്ല, നമുക്ക് ചുറ്റും കാണുന്ന പാഴ്കളകളിലെ ഔഷധ മൂല്യത്തെക്കുറിച്ച് നമ്മുടെ മലയാളക്കരയ്ക്ക് പരിചയപ്പെടുത്തിയ ആദ്യത്തെ വ്യക്തി. ഇന്ന് മോഡേൺ മെഡിസിൻ ബുദ്ധിമുട്ടെന്ന് പറയുന്ന പല അസുഖങ്ങൾക്കുമുള്ള ഒറ്റമൂലികളും അതിനെ പെനിട്രേറ്റ് ചെയ്യാനുള്ള കഴിവുള്ള ഔഷധങ്ങൾ നമ്മുടെ പറമ്പിൽ നമ്മൾ തൊഴിലുറപ്പുകാരെ കൊണ്ട് വെട്ടിക്കളഞ്ഞ് കുഴിച്ചു മൂടുന്നു എന്ന് കേരളത്തോട് വിളിച്ചു പറഞ്ഞ വ്യക്തി. ഇത് പറയുക മാത്രമല്ല, അന്നം ഔഷധം എന്ന ക്യാമ്പയിനിലൂടെ ആ കളകൾ കൊണ്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർക്ക് സദ്യ ഒരുക്കിയ വ്യക്തി. ആ സദ്യ കഴിച്ചവരുടെ കൂട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുണ്ട്, കേരളത്തിന്റെ അന്നത്തെ ആരോഗ്യമന്ത്രി ടീച്ചറമ്മയുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. അത് നടുക്കിരിക്കുന്ന മൊട്ടത്തിലെ ഞാനാണ് കേട്ടോ. ലോകത്തിനോട് പണ്ടേ പറഞ്ഞു, ഈ പ്രകൃതിയിൽ ഔഷധ മൂല്യമില്ലാത്ത ഒരു സസ്യവുമില്ല. അത് ആയുർവേദം അങ്ങനെ പറഞ്ഞു വെച്ചെങ്കിൽ ഇദ്ദേഹത്തിന്റെ ശാസ്ത്രശാഖ എത്രയോ മെഡിസിനിലൂടെ ഇദ്ദേഹം ആ ഓരോ ഇലക്കകത്തും എന്ത്
സയൻസ് ഒളിഞ്ഞിരിക്കുന്നു, എന്തോ ഫൈറ്റോ കെമിക്കൽസ് ഒളിഞ്ഞിരിക്കുന്നു, എന്തോ ഫൈറ്റോ ന്യൂട്രിയൻസ് ഒളിഞ്ഞിരിക്കുന്നു എന്ന് റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ അദ്ദേഹം അതിലെ എക്സ്ട്രാക്റ്റുകൾ എടുത്ത്, ആ സയൻസുകളെ എടുത്ത് നമുക്ക് എഡിബിളായ രൂപത്തിൽ, നമുക്ക് കഴിക്കാവുന്ന, ഇൻസ്റ്റന്റ് ആയിട്ട് കഴിക്കാവുന്ന രൂപത്തിൽ, പൊടിയായിട്ട്, പൗഡറായിട്ട്, ടോണിക്കായിട്ട്, ലിക്വിഡായിട്ട്, ക്യാപ്സൂളൊക്കെ ആയിട്ട് ഇന്ന് അതിനെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. അത് ന്യൂട്രാസ്യൂട്ടിക്കൽ ശ്രേണിയിലുള്ള, ന്യൂട്രാസ്യൂട്ടിക്കൽ കേരള ഗവൺമെന്റ് റിസർച്ച് വരുത്താൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ന്യൂട്രാസ്യൂട്ടിക്കൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ലൈസൻസോട് കൂടി അദ്ദേഹം അത് ഉൽപ്പന്നമാക്കി മാറ്റിയിരിക്കുന്നു. രണ്ട് വാക്കുകളുടെ കോമ്പിനേഷനാണ് ന്യൂട്രാസ്യൂട്ടിക്കൽസ്, ന്യൂട്രീഷൻ പ്ലസ് ഫാർമസ്യൂട്ടിക്കൽസ്. ഈ സാധനങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ആരോഗ്യം കൊണ്ടുവരും. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം പേര് ആയുഷ് കാമിയ. ആയുഷ് കാമിയത്തിന് നമ്മുടെ ഫുഡിൽ വരുന്ന തെറ്റുകൾ തിരുത്തുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ്. ന്യൂട്രീഷൻ ഇംബാലൻസ് ആണ് നമ്മുടെ എല്ലാ അടുക്കളയുടെയും പ്രശ്നം. കാരണം നമ്മുടെ ശരീരം സൃഷ്ടിക്കാൻ ആവശ്യമായ എല്ലാ പോഷക ഗണങ്ങളും നാം ഇപ്പൊ കഴിക്കുന്ന ഭക്ഷണത്തിൽ 100% ഇല്ല. അങ്ങനെയെങ്കിൽ ആ ബാലൻസ് പരിഹരിച്ചു കൊടുക്കാൻ, അടുക്കളകളെ ആശുപത്രികളാക്കാൻ, അമ്മമാരെ ഡോക്ടർമാരാക്കാൻ, അമ്മ കൊടുക്കുന്ന ഭക്ഷണം അമൃതാക്കി മാറ്റാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ ശ്രേണിയിൽ വരിക. ഇന്നത്തെ സംസ്കാരം, ബേക്കറി സംസ്കാരം നമ്മളെ രോഗിയാക്കുമ്പോൾ അമ്മയുണ്ടാക്കുന്ന ഭക്ഷണം, മാതൃഹസ്തേന ഭോജന, നമ്മളെ ആരോഗ്യമുള്ളതാക്കുന്നെങ്കിൽ ആ ഭക്ഷണത്തെ ഒരു ഓർഗനൈസേഷൻ, ഓക്സിനോ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, നമുക്ക് എല്ലാവർക്കും തൊട്ടെടുക്കാവുന്ന രൂപത്തിൽ, ഏതൊരു സാധാരണക്കാരും അഫോർഡ് ചെയ്യാവുന്ന ഒരു വിലയ്ക്ക് ഇന്ന് മാർക്കറ്റിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ അടുക്കളയുടെ ഭാഗമാകുക. നിങ്ങൾക്ക് ഇത് കോമൺ നിർദ്ദേശമാണ്. ഇത് പറയാൻ നമ്മൾ ഇന്ന് കൂടേണ്ട ആവശ്യമില്ല. നമ്മുടെ വിഷയം സ്ട്രെസ്സാണ്. നിങ്ങളെ രോഗിയാക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് എങ്ങനെ ഓവർകം ചെയ്യാം? നിങ്ങൾക്ക് ഈ ഓർഗനൈസേഷന്റെ ഈ ആശയങ്ങളെ ഏറ്റെടുത്ത് നിങ്ങളുടെ ചുറ്റുവട്ടത്തും, ആദ്യം നിങ്ങളുടെ വീട്ടിൽ, ആരോഗ്യം എന്ന് പറയുന്നത് ഈ മുദ്രാവാക്യം, അടുക്കള ആശുപത്രി ആവണം, അമ്മ ഡോക്ടർ ആവണം, കഴിക്കുന്ന ഭക്ഷണം അമൃതായി മാറണം എന്ന മുദ്രാവാക്യം നിങ്ങൾക്ക് ലോകത്തോട് വിളിച്ചു പറയാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് സ്വപ്നം കാണാത്ത തരത്തിലുള്ള അത്രയും ഒരു വരുമാനം നിങ്ങൾക്ക് ഇതിനകത്ത് ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ പ്രശ്നം എന്താ സാറേ? ഇത് 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 എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഇത് ഇങ്ങനെ ശരിക്കും ഉള്ളതാണോ? ഇത് വിശ്വസിക്കാവോ? ഇത് എന്താണിത്? ഞാൻ 1000 വാക്ക് സംസാരിക്കുന്നതിനേക്കാൾ ഒരു ചിത്രം നിങ്ങളോട് പറയും. നിങ്ങൾക്ക് ചേച്ചിയെ കാണാം. ചേച്ചിയുടെ കഴുത്തിൽ ഒരു മുഴയുണ്ട്, അല്ലെ? മോഡേൺ മെഡിസിന് ഈ സ്റ്റേജിൽ ഇനി ചെയ്യാവുന്നത് മരുന്ന് കൊടുത്ത് മാക്സിമം നോക്കിയിട്ട് പിന്നെ ചെയ്യാവുന്ന സാധനം സർജറിയാണ്. എന്നാൽ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് ചിലപ്പോൾ ക്യാൻസറിലേക്കൊക്കെ പോവാം. എന്താണ് എത്നോ മെഡിസിൻ എന്ന് നിങ്ങൾക്ക് അടുത്ത ഫോട്ടോയ്ക്കകത്ത് മനസ്സിലാവും. ദ പവർ ഓഫ് എത്നോ മെഡിസിൻ. പഴയ ഫോട്ടോയും ഇപ്പോഴത്തെ ചേച്ചിയുമാണ്. സർജറി ചെയ്തിട്ടില്ല. സജീവ് ഡോക്ടറുടെ കൈപുണ്യം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. മറ്റൊരേതൊരാളെയും പോലെ ഇന്ന് സുഖമായി ജീവിക്കുന്നു. ഹോർമോൺ ഇൻബാലൻസ് ഇല്ല, ദേഷ്യം കൂടി വരാറില്ല, ഒന്നുമില്ല. ദിസ് ഈസ് ദ പവർ ഓഫ് ന്യൂട്രാസ്യൂട്ടിക്കൽ. സോ ഐ സജസ്റ്റ്, ഐ റിക്വസ്റ്റ്, നിങ്ങൾക്ക് എപ്പോഴും ഓപ്പർച്യൂണിറ്റി അന്വേഷിക്കുമ്പോൾ, നിങ്ങൾ എപ്പോഴും അവസരങ്ങൾ അന്വേഷിക്കുമ്പോൾ, നാളെയിലെ സാധ്യതയുള്ള അവസരങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഒക്കെ ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റിയ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ആരോഗ്യരംഗം. ഇന്ന് നമുക്കവിടെ റോളില്ല. ഇന്ന് ഡോക്ടർമാർക്ക് റോളുണ്ട്, ഹോസ്പിറ്റൽ റോളുണ്ട്, നേഴ്സുമാർക്ക് റോളുണ്ട്, ലാബ് ടെക്നീഷ്യന്മാർക്ക് റോളുണ്ട്, മരുന്ന് കമ്പനിക്ക് റോളുണ്ട്, മെഡിക്കൽ സ്റ്റോറുകാരുടെ റോളുണ്ട്. നമുക്ക് റോളില്ല. ആ ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾ കടന്നു വരുന്നുണ്ടോ? ഒരു ബിസിനസ് ചെയ്യാൻ കടന്നു വരുന്നുണ്ടോ? ചാൻസ് ഉണ്ട്. കാരണം എന്താ? രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രമേഹ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൊളസ്ട്രോൾ പേഷ്യൻസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. തൈറോയ്ഡ് പേഷ്യൻസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. രോഗികൾ കൂടുന്നതുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ ചെറിയ ഹോസ്പിറ്റലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി മാറുന്നത്. അവർ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ പോക്കറ്റിൽ നിന്നുള്ള പൈസയാണ്. നമുക്ക് അതുകൊണ്ട് വരുമാനം ഇല്ല. നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ താല്പര്യമുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് അടുത്ത പരാതി എന്താ? സാറേ കാശില്ല, സാറേ പൈസ ഇല്ല. സമ്മതിച്ചു, പൈസ ഇല്ല. എപ്പോ പൈസ ഉണ്ടാവും? എന്ന് പൈസ ഉണ്ടാവും? എന്ത് ചെയ്തിട്ട് പൈസ ഉണ്ടാവും? നമ്മൾ കഷ്ടപ്പെടാത്തതുകൊണ്ടാണോ പൈസ ഇല്ലാത്തത്?
അല്ല, കഷ്ടപ്പെടുന്നുണ്ട്. ചിലപ്പോൾ നല്ലവണ്ണം പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ ജീവനക്കാരുടെ അവസ്ഥ ഞാൻ ഇങ്ങനെ പറയാം. ഒന്നാമത്തെ ആഴ്ച ഗോൾഡൻ വീക്ക്, രണ്ടാമത്തെ ആഴ്ച സിൽവർ വീക്ക്, മൂന്നാമത്തെ ആഴ്ച കോപ്പർ വീക്ക്, നാലാമത്തെ ആഴ്ച പാപ്പർ വീക്ക്. പൈസ ഇല്ല. ദരിദ്ര പണിക്കാരന്റെ കാര്യം പറയേ വേണ്ട. ഇനി രണ്ടെണ്ണം വിടുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ലോട്ടറിയും കള്ളും കഴിയും, പിന്നെ മിച്ചമൊന്നുമില്ല. ഇനി നമ്മളൊന്നുമില്ല, നമുക്കൊരു ദിശയിലുമില്ല. പക്ഷേ സാറേ ചെലവ് കൂടുതലാണ്, പൈസ ഇല്ല, പിന്നെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? നിങ്ങൾക്കുള്ള പ്രോജക്റ്റാണ് ഇത്. കാരണം പൈസ ഉള്ളവർക്കുള്ളതാണെങ്കിൽ വേറെ പ്രോജക്റ്റ് ഉണ്ട്. ഞാൻ എന്താ പറഞ്ഞത്, നിങ്ങളുടെ അവസ്ഥ എന്ത് തന്നെ ആയാലും നമ്മളൊന്ന് സൊല്യൂഷൻ ഉണ്ടാക്കും. കാരണം ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ ലക്ഷങ്ങളും കോടികളൊന്നും വേണ്ട. ഏതൊരു സാധാരണക്കാരനും ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സ്ഫോർഡ് ഇന്റർനാഷണൽ ഫാസ്റ്റ് ട്രാക്ക് എന്നൊരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ആ ഫാസ്റ്റ് ട്രാക്കിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോയാൽ വാചാലനായി പോകും. ചെറിയ ചെറിയ സൂചനകൾ മാത്രം ഞാൻ നിങ്ങൾക്ക് തരാം. ഈ ഫാസ്റ്റ് ട്രാക്കിലേക്ക് അസോസിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ഒരു ബിസിനസ്സുകാരനാവേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഇപ്പൊ നിലവിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കുക. ഷുഗർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, തൈറോയ്ഡ് ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഉൽപ്പന്നം വാങ്ങിയാൽ നിങ്ങൾ ഈ ഫാസ്റ്റ് ട്രാക്കിന്റെ ഭാഗമായി. ഇനി അതല്ല, നിങ്ങളുടെ വീടിന്റെ ടോട്ടൽ ആരോഗ്യം നിർത്തുന്ന ആവശ്യമായ പ്രിവെന്റീവ് സപ്ലിമെന്റ്സിനകത്തുണ്ട്. എല്ലാം ഗംഭീര സാധനങ്ങളാണ്. പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് സമയമില്ല. ഈ ആശയത്തെക്കുറിച്ച് മാത്രം ഞാൻ പറയാം. അത് ഏതെങ്കിലും ഒരെണ്ണം വാങ്ങി വെച്ചാലും നിങ്ങൾ ഈ പ്രോജക്റ്റിന്റെ ഭാഗമാണ്. നിങ്ങൾ എന്തുകൊണ്ട് ജോയിൻ ചെയ്യണം? നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഒരാളെന്ന് പറയണേ, സാറേ ഒരു MH ഫുള്ളിന്റെ കാശേ ഉള്ളൂ അല്ലേന്ന്. ഓക്കെ, ജസ്റ്റ് കിട്ടിങ്. എത്ര എനിക്കറിയില്ല കേട്ടോ. MH ഫുള്ള് ഞാൻ ഇതോട്ട് ചോദിച്ച് മദ്യം കഴിച്ചിട്ടില്ല. പക്ഷേ ഇതാ ഇങ്ങനെ ഒരു 3 നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. 3 നോട്ട് വേണ്ട കേട്ടോ, 1 നോട്ട് പകുതിയാക്കാം. ലോകത്തെവിടെ നിങ്ങൾക്ക് ഈ 3 നോട്ടിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? ഇത്രയും പൈസ ഇല്ലെന്ന് പറയരുത്, അയ്യോ സാർ ഇത്രയും പൈസ ഇല്ല കേട്ടോ എന്ന് പറയരുത്. ചിലപ്പോൾ ഇപ്പൊ നമ്മുടെ പോക്കറ്റിലുണ്ടാവില്ല, ചിലപ്പോൾ നമുക്ക് ലക്ഷങ്ങളിൽ കടയുണ്ടാവും. പക്ഷേ നമുക്കൊരു ഫോൺ ആവശ്യമായി വന്നപ്പോൾ നമ്മളൊരു മൊബൈൽ മേടിച്ചില്ലേ? കയ്യിൽ സ്മാർട്ട് ഫോൺ ആണ് ഇരിക്കുന്നെങ്കിൽ ഏറ്റവും ചുരുങ്ങി 6000 രൂപ നമ്മൾ കൊടുത്തിട്ടില്ലേ? അപ്പൊ വിചാരിച്ചാൽ നമുക്ക് ഇത്രയും നോട്ട് ഉണ്ടാവും. അത് എന്തിനു വേണ്ടിയിട്ടാ? ബിസിനസ് ചെയ്യാനല്ല. ബിസിനസ് ചെയ്യാനാണെങ്കിൽ എന്റെ അഭിപ്രായം, നിങ്ങൾ ഈ ചെറിയ നോട്ടിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യരുത്. ഒരു ഏറ്റവും ചുരുങ്ങിയ ഒരു 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 4000-നും 5000-നും ഇടയ്ക്ക്, ലൈക്ക് ഒരു 5000 തന്നെ എടുക്കുക. ഒരു 5000 രൂപ നിങ്ങൾ, കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ സീരിയസ് ആവില്ല. ഒരു 5000 റുപ്പീസ് നിങ്ങൾ ബിസിനസ് ചെയ്യാനാണ് വരുന്നെങ്കിൽ നിങ്ങൾ ഇതിനകത്തേക്ക് എന്ത് ചെയ്യണം? അത്രയും സാധനങ്ങൾ നിങ്ങൾ കൈയെടുക്കുകയാണ്. ഇത് ആൾക്കാർക്ക് കൊടുക്കണ്ടേ? ഈ 5000 രൂപ എന്ന് പറയുന്നത് വിത്തിൻ 90 ഡേയ്സിനുള്ളിൽ, 90 ഡേയ്സിനും വേണ്ട, വിത്തിൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നിങ്ങൾക്ക് തിരിച്ചെടുക്കാനുള്ളതാണ്. നിങ്ങൾക്ക് ഒരു പലിശയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. പക്ഷെ നിങ്ങൾ ബിസിനസ് പഠിക്കാൻ വേണ്ടി വരുമ്പോൾ ഒരു 5000 രൂപയെങ്കിൽ നിങ്ങൾ, കാരണം എന്തായാലും ഗൗരവം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഞാൻ ചോദിക്കട്ടെ, 5000 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ബിസിനസ് എവിടെയുള്ളേ? ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും 5000 രൂപയ്ക്ക്? ജസ്റ്റ് 5000 റുപ്പീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ബട്ട് ഇതേപോലെ സാധനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ പോയി കഴിഞ്ഞാൽ പെർ ഡേ നിങ്ങൾക്ക് 5000 രൂപ മുതൽ 15000 രൂപ വരെ പെർ ഡേ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 5000 രൂപ കയറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ചിലപ്പോ, മേ ബി. പക്ഷേ ഇത്രയും റിട്ടേൺ പോസിബിലിറ്റി ഉള്ള ഒരു ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും പ്രശ്നത്തെക്കുറിച്ചാണ് സംസാരിക്കുക. പൈസ ഇല്ല, സമയമില്ല, അതില്ല, ഇതില്ല. നോ കൂട്ടുകാരെ, സൊല്യൂഷനെ കുറിച്ച് സംസാരിക്കുക. ഞാൻ നേരത്തെ നിങ്ങളോട് കാര്യം പറഞ്ഞു, മൈ ലൈഫ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. എൻ്റെ ജീവിതം എൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നമുക്ക് ഒരു സഹായമല്ലേ? ഒരു ദിവസം 5000 രൂപ എക്സ്ട്രാ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് വലിയ സഹായമല്ലേ? വലിയ സഹായമാണ്. നമ്മൾ എത്ര നാൾ കൈ നീട്ടും? നോ. എപ്പോഴും സൊല്യൂഷനെ കുറിച്ച് അന്വേഷിക്കണം. സൊല്യൂഷനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്കറിയാം ഈ ലക്ഷങ്ങളും കോടികളൊന്നും മുടക്കാൻ നമ്മുടെ ആരുടെയും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്തിട്ടാണ്? ഞാനിങ്ങനെ പറയാം, നന്മ ചെയ്ത് പണം ഉണ്ടാക്കാൻ.
നേരത്തെ തൈറോയ്ഡ് കാണിച്ചില്ലേ? അതിലും വലിയ വിപ്ലവങ്ങൾ സജി ഡോക്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, പ്രമേഹം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രമേഹം എന്താണെന്നറിയോ? പ്രമേഹം ഓരോ 8 സെക്കൻഡും ലോകത്ത് ഒരാളെ കൊല്ലുന്നുണ്ട്. അത്ര വലിയ ഭീകരനാണ് പ്രമേഹം. പഞ്ചസാര എന്ന് കേൾക്കാൻ മാത്രമേ മധുരമുള്ളൂ, പക്ഷേ അത്ര വലിയ ഭീകരനാണ്. പ്രമേഹമാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണങ്ങളിലൊന്ന്. അപ്പോൾ പ്രമേഹം വന്നു കഴിഞ്ഞാൽ ആയുഷ്കാലം വരെ മരുന്ന് കഴിക്കണം. ഈ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ നിങ്ങൾക്ക് വീണ്ടും അസുഖം ഉണ്ടാക്കി തരും. പക്ഷേ നിരവധി ആളുകൾ ഇന്ന് പ്രമേഹത്തിന് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നില്ല. അതിന് കാരണം സജി ഡോക്ടർ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആണ്. അപ്പോൾ ലോകത്ത് നമുക്ക് ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. അവിൽപ്പതി പോലെ മരുന്ന് കഴിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനതയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് പൈസ ഉണ്ടാക്കാനെ വിളിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാവോ? സ്വപ്നങ്ങൾ നേടണം. സ്വപ്നങ്ങൾ നേടണം. സ്വപ്നം കാണാനുള്ളതല്ലേ? സ്വപ്നം കാണാനുള്ളതല്ല, സ്വപ്നം നേടാനുള്ളതാണ്. ആ സ്വപ്നം നേടാൻ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഏറ്റെടുക്കാവുന്ന ഒരു പ്രോജക്റ്റാണ് ഓക്സ്ഫോർഡ് ഇന്റർനാഷണൽ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് കേട്ടോ. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. കാരണം അത്രയ്ക്ക് പവറുണ്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക്. ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ കുറെ ആളുകൾ വന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയ ചില ചീത്തപ്പേരുകൾ ഒഴിച്ചു വിട്ടാൽ അതൊക്കെ പണ്ട് കാലം പോയി, നിയമമില്ലാഞ്ഞപ്പോൾ. ഇപ്പൊ ഗവൺമെന്റ് ഒക്കെ സപ്പോർട്ടോടെ ഗവൺമെന്റിന്റെ ട്രെയിനിങ് കഴിഞ്ഞ കുറെ ആളുകൾ ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ ഉണ്ട്. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ട്രെയിനിങ് എടുത്തിട്ട് ഡയറക്ട് സെല്ലിംഗ് ചെയ്യാൻ സർട്ടിഫിക്കറ്റോട് കൂടി ഇന്ന് ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് ഡയറക്ട് സെല്ലിംഗ്. ചിലപ്പോൾ നിങ്ങൾ ഡയറക്ട് സെല്ലിംഗ് എന്ന് കേൾക്കുമ്പോൾ പഴയ കാലത്ത് ചില കഥകൾ വെച്ചിട്ട് അയ്യോ ഇതായിരുന്നു എന്ന് തോന്നും. അല്ല, കാലം മാറി, കാലം മാറി. ഒരു കാലത്ത് LIC മരണച്ചിട്ടി എന്നാണ് വിളിച്ചിരുന്നത്. ഇന്ന് ഒരു LIC പ്രൊഫഷണൽ ബിസിനസ് ആണ്. അതേപോലെ തന്നെയാണ് ഡയറക്ട് സെല്ലിംഗ്. ഒരു കാലത്ത് അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ആ ഡയറക്ട് സെല്ലിംഗ് വന്നാൽ നിങ്ങൾക്ക് സ്വപ്നം നേടാൻ പറ്റുമോ? പറ്റും, ഈസി ആയിട്ട് പറ്റും. ഒരു സ്റ്റാർ സിറ്റി ബൈക്കിലാണ് ആക്ച്വലി ഞാൻ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഫണ്ട് വന്നു കയറിയത്. സ്റ്റാർ സിറ്റി ബൈക്കിൽ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയ അനുഭവ പാഠങ്ങൾ, ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ, ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയ ക്രൈസിസ് മാനേജ്മെന്റ് സ്കിൽ ഇന്ന് വീടിന്റെ വെളിയിൽ കിടക്കുന്ന ഓടിയ. ലോകത്ത് ഏത് ഇൻഡസ്ട്രിക്ക് പറ്റും? അതേപോലെ നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടോ? ഇൻവെസ്റ്റ്മെന്റ് അല്ല ഈ ബിസിനസിന്റെ കാതൽ, നിങ്ങളുടെ ജീവിക്കാനുള്ള വിശപ്പാണ്. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. 23-ാമത്തെ വയസ്സിൽ 10-16 ലക്ഷം കട ഉണ്ടായിരുന്നു. അപ്പൊ ചിന്തിക്കുക, 5000 രൂപയല്ല, നിങ്ങൾ 5000 രൂപ ഇതിന്റെ മൂല്യമാണ് കേട്ടോ, വിലയല്ല. മറിച്ച് അതിനോടൊപ്പം ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും അറിയില്ലായിരിക്കും, ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. വേണ്ട, ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഈ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ എങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങളെ പഠിപ്പിക്കാനും നിങ്ങളോട് വർത്താനം പറയാനും നിങ്ങളെ നോക്കൂ. ഈ ഞാൻ എപ്പോഴും പറയുന്നതാണ്, മണ്ണിനോ മനുഷ്യനോ മനസ്സിനോ ദോഷം ചെയ്യരുത്. ഏത് പ്രോജക്റ്റ് ആണെങ്കിലും മണ്ണിനോ മനുഷ്യനോ മനസ്സിനോ ദോഷം ചെയ്യരുത്. അത്ര ഹോളിസ്റ്റിക് ഇൻഡസ്ട്രി ആണ് ഈ ഓക്സി വെൽനസ്. നിങ്ങൾ അവരുടെ ഇവരുടെയും കഥ വിട്, നമ്മളെക്കുറിച്ച് സംസാരിക്കുക, എന്നിട്ട് ധൈര്യമാവുക. 2 രഹസ്യങ്ങൾ പറയാൻ ഞാൻ പറഞ്ഞിരുന്നു. പണമുള്ളവന്റെ 2 രഹസ്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണേ. ഒരു സ്കൂളിലും ഒരു കോളേജിലും നിങ്ങളിത് പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് റിച്ച് ആവണമെങ്കിൽ, പണം ഉണ്ടാവണമെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കണം. നിങ്ങളുടെ പണം ഒന്നുകിൽ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കണം. നിങ്ങൾ ഉണ്ടാക്കിയ പണം നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കണം. കുറച്ചു പേർക്കുണ്ടാവും, ബാക്കി ആർക്കും ഉണ്ടാവില്ല. അത് നമുക്ക് വേണ്ടി പണം പണിയെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്നാൽ മതിയല്ലോ. അപ്പൊ ആ പോസിബിലിറ്റി അവിടെ നിൽക്കട്ടെ. 2ാമത്തെ ഓപ്ഷൻ, നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കണം. നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ പണത്തെ വിട്ടിട്ടോ, നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ നിങ്ങൾ ബിസിനസിനെ ഉണ്ടാക്കി വെച്ചിട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വയസ്സാകുമ്പോൾ, അല്ലെങ്കിൽ വളരെ കുറച്ച് വർഷത്തിൽ നിങ്ങൾ അനുഭവിക്കാവുന്ന സ്വാതന്ത്ര്യമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. അതില്ലെങ്കിൽ വയസ്സാകുമ്പോൾ സ്റ്റേറ്റ് ബാങ്കിന്റെ, HDFC ബാങ്കിന്റെ, ICICI ബാങ്കിന്റെ വാതിക്കൽ സെക്യൂരിറ്റി കുപ്പായി വിട്ട് കുറെ പേര് നിൽപ്പുണ്ട്, അതുപോലെ നിൽക്കേണ്ടി വരും. ഞാൻ പറഞ്ഞതാണ്, ഒന്നുകിൽ
നമ്മൾ ചെയ്ത പ്രവൃത്തി നമുക്ക് വേണ്ടി പണിയെടുക്കണം. സർക്കാർ ജീവനക്കാർക്കുള്ള അഡ്വാൻറ്റേജ് അതാണ്. അവർ ചെയ്ത പ്രവൃത്തി അവർക്ക് വേണ്ടി പണിയെടുക്കുന്നു, അവർക്ക് പെൻഷൻ കാശ് കിട്ടുന്നു, അവർക്ക് വീട്ടിലിരിക്കാം. അതും തികയാത്തവർ വീണ്ടും സെക്യൂരിറ്റി പണിക്ക് പോകുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ റീച്ച് ആവും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നും പണത്തിന്റെ പിന്നാലെ ഓടും. കുറെ കഴിയുമ്പോൾ നടുവെട്ടും, കിടക്കും. കുറെ പേർക്ക് ഭാരാകും, കുറെ പേർ ഭാരമാവും, കുറെ പേർ ഈ ഇത് സമ്പന്നരുടെ രഹസ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ കൈയടിച്ച് പറഞ്ഞു, നിങ്ങൾ കണക്ട് ചെയ്യണം, കാരണം എല്ലാവർക്കും ഇത് മനസ്സിലാവില്ല. അപ്പൊ രണ്ട് കാര്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കൊണ്ടെന്ന് നോക്കണം. ഒന്ന്, നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ടോ. ഇത് രണ്ടുമില്ലെങ്കിലും കുഴപ്പമില്ല. ജോയിൻ ഓക്സിനോ ഇന്റർനാഷണൽ. ഇവിടെ നിങ്ങൾ ഇപ്പോൾ സെറ്റ് ചെയ്യുക, ഒരു ബിസിനസ് സെറ്റ് ചെയ്യണം. ഒരു ബിസിനസ് സെറ്റ് ചെയ്യണം. ഈ 5000 രൂപയുമായിട്ട് വന്ന് ഒരു 5-6 പ്രൊഡക്റ്റ് എടുത്ത് വെച്ചിട്ട് അത് വെച്ച് പഠിച്ച് നിങ്ങൾ കുറെ സ്കില്ലുകൾ നേടണം. ഈ ഇൻഡസ്ട്രിയിൽ വിജയിക്കാൻ ആവശ്യമായ സ്കില്ലുകൾ നേടണം. ആ സ്കില്ലുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ പണം ഉണ്ടാക്കണം. എന്നിട്ട് ആ പണത്തിന്റെ ഒരു പങ്കിനെ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ വിടണം. ഒരു 4-5 വർഷം നിങ്ങൾ അങ്ങനെ ശ്രമിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പണവും പണിയെടുക്കും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന ബിസിനസ്സും പണിയെടുക്കും. എന്താണോ എളുപ്പം അത് മാത്രം ചെയ്യാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ, ഇപ്പൊ നോക്കൂ, ഞാനൊരു ചിത്രം കാണിച്ചു. ഈ ചിത്രത്തിൽ നിങ്ങൾ കയറാൻ ആഗ്രഹിക്കുന്ന വണ്ടി ഏതായിരിക്കും? 1 2 ഒന്നാണ് ഇങ്ങനെ കാണിക്കാം, 2 ഇങ്ങനെ കാണിക്കാം. നിങ്ങൾ ഈ വണ്ടി കൊണ്ട് ബസ് സ്റ്റാൻഡ് എത്തിക്കാൻ, നിങ്ങൾക്ക് ബാംഗ്ലൂർ വരെ പോകണം. നിങ്ങൾ ഏത് വണ്ടി എടുക്കും? 1 എടുക്കും അല്ലേ? ഉറപ്പല്ലേ? റാഷിമോൻ സാർ ഏതെടുക്കും? 1 2? 1. ഞാൻ ഇനി സൈഡ് കാണിക്കാം. ബോർഡ് വെച്ചിട്ടുണ്ട്, എങ്ങോട്ട് ഏതെടുക്കും? ബോർഡ് വായിക്കും. ഇത് ഇപ്പൊ ഏത് വണ്ടി എടുക്കും? 1 എടുക്കുമോ 2 എടുക്കുമോ? കൂട്ടുകാരെ, ഞാൻ തമാശ പറയല്ല. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ജോലികളും പല ബിസിനസ്സുകളും കുറെ കാലം നിങ്ങൾ ചെയ്തു, പിന്നെ അവസാനം എങ്ങും എത്തൂല. നേരെ മറിച്ച് ഏറ്റവും എളുപ്പമുള്ളത് ചെയ്യാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ജീവിതം കഠിനമായിരിക്കും. കഠിനമായി തോന്നുന്ന എന്തോ അത് ചെയ്യാൻ ശ്രമിച്ചാൽ ജീവിതം എളുപ്പമാവും. ഓക്സി ബിസിനസ് കഠിനം എന്നല്ല ഞാൻ പറയുക. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടീഷൻഡ് ആയിട്ടുള്ള കുറെ ജോലി ഉണ്ടാവും. ആ ജോലി എന്ന് രാജിവെക്കാനും ഞാൻ പറയല്ല കേട്ടോ. പക്ഷെ അതിൽ നിന്നൊരു മാറ്റം പറയുമ്പോൾ ആ മാറ്റം നിങ്ങളെ അസ്വസ്ഥമാക്കും. എന്നാൽ ഈ ഇൻഡസ്ട്രി ലോകത്തെല്ലാവരും സുഖത്തിന്റെ പുറകെ പോവുകയാണ്. ലോകത്തെല്ലാവരും അൽഫാമിന്റെ പുറകെ പോവുകയാണ്, കുഴിമന്തിന്റെ പുറകെ പോവുകയാണ്. ഇവിടെ സന്തോഷിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇപ്പൊ ഡോക്ടർമാരെല്ലാവരും ചിലപ്പോൾ പറയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയും. അത് പറയാത്തൊരു കൂട്ടുകാരാ നിങ്ങൾക്ക് അറിയാവോ? ഇവിടുത്തെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ മുതലാളിയും പറയില്ല ലോകാസമസ്ത സുഖിനോ ഭവന്തു. പറയോ? പറഞ്ഞാൽ അവൻ കൊണ്ട വെച്ചിരിക്കുന്ന സാധനത്തിന് തുരുമ്പടിച്ചു പോകും. അവന്റെ പ്രതീക്ഷ എന്താ? അവൻ എന്തിനാ ലക്ഷങ്ങൾ കടമെടുത്തും 1000 കോടി? ഇപ്പൊ കേരളത്തിൽ വരുന്ന ഹോസ്പിറ്റലിലേക്ക് പ്രോജക്ടിന്റെ എസ്റ്റിമേറ്റ് എത്രയാണെന്നറിയോ? 1000 5000 കോടി. എന്താണെന്നറിയാവോ? ബുദ്ധിയുള്ളോ ചിന്തിക്കുകയാണ്. ഇവിടെ ഹോട്ടൽ കൂടി വരികയാണ്, കുഴിമന്തി കൂടി വരികയാണ്, അൽഫാം കൂടി വരികയാണ്. കുത്തിക്കേറ്റും മലയാളി എത്തും ഇവിടെ എല്ലാം കൊണ്ട്. ഇതാണ് സംഭവം. ആ ഇൻഡസ്ട്രിയിൽ അത്രയും പോസിബിലിറ്റി കണ്ട് അവർ ലാഭം കൊയ്യാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിന് മറുവശമുണ്ട്. അതാണ് വെൽനസ് ഇൻഡസ്ട്രി. ആ വെൽനസ് ഇൻഡസ്ട്രിയിലെ ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ഓർഗനൈസേഷൻ നിങ്ങളെ വിളിക്കുകയാണ്, അവസരം തരാൻ വിളിക്കുകയാണ്. വാ മക്കളെ, വാ. വീട്ടിൽ നല്ല ഭക്ഷണം മക്കൾക്ക് കൊടുക്കുക. അപ്പനും അമ്മയുടെയും അൾഷിമേഴ്സ് മാറ്റുക, അപ്പനും അമ്മയുടെയും ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ് മാറ്റുക, ക്യാൻസർ രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക, കുഴഞ്ഞു വീഴ ആരും മരിക്കാതിരിക്കട്ടെ, ഇങ്ങനെയൊക്കെയുള്ള നല്ല മുദ്രാവാക്യം പ്രചരിപ്പിക്കുക. എന്നിട്ട് നല്ല പൈസ ഉണ്ടാക്കുക വിത്തൗട്ട് എനി ക്യാപിറ്റൽ. നിങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, വലിയ സെറ്റപ്പ് കോസ്റ്റ് ഇല്ല, സ്റ്റാഫ് വേണ്ട, മിഷനറി വേണ്ട, രജിസ്ട്രേഷൻ ലൈസൻസ് വേണ്ട. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഗംഭീരായിരിക്കും. നിങ്ങൾ ട്രഡീഷണൽ ബിസിനസ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ വേണം, സ്ഥലം വേണം, തൊഴിലാളി വേണം, ബിസിനസ് ഉണ്ടാവണം, മിഷനറി വേണം, രജിസ്ട്രേഷൻ ലൈസൻസ് എല്ലാം വേണം. ഇവിടെ ഒന്നും വേണ്ട. ഒറ്റ കാര്യം മതി, ജീവിക്കാനുള്ള വിശപ്പുണ്ട്, ഇങ്ങോട്ട് പോരൂ. എല്ലാ ദിവസവും ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. ഈ മേഖലയിലെ വിദഗ്ധർ നിങ്ങളെ പഠിപ്പിച്ചു തരും. കാരണം നമ്മൾ 10 വരെ പഠിച്ചു. ഇപ്പൊ ഞാൻ 10 വരെ പഠിച്ചു, പ്രീ ഡിഗ്രി 3 വർഷം പഠിച്ചു, പ്രീ ഡിഗ്രി തോറ്റ, അത് കഴിഞ്ഞിട്ട് ഡിപ്ലോമ ചെയ്തു, അതിന് എഞ്ചിനീയറിംഗ് ചെയ്തു. എത്ര വർഷം പഠിച്ചെന്ന് അറിയാമോ? ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. പകരം ഒരു 2-3 മാസം പഠിക്കാൻ തയ്യാറാവുമോ? സ്വപ്നങ്ങൾ നേടാം.
എന്താ ചെയ്യണ്ടേ? വൈകിട്ട് 9 മണിയാകുമ്പോൾ നേരത്തെ ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം വന്ന് ഇവരെന്താ പറയണമെന്ന് കേട്ടിരിക്കുക, പഠിക്കുക. ഡോൺ ഗോ ബിഹൈൻഡ് മണി. പണത്തിന്റെ പിന്നാലെ പോകരുത്, അറിവിന്റെയും കഴിവിന്റെയും പിന്നാലെ പോവുക. ഇതിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്ന ഒരു ചില്ലറക്കാരൊന്നുമല്ല. ഈ മേഖലയിലെ ഏറ്റവും വിദഗ്ധർ, കേരളത്തിലെ ഏറ്റവും പ്രശസ്തർ, ഇപ്പൊ കാണുന്ന ഡോക്ടർ സുരേഷ് സാർ, കണ്ണൂര്, പാലക്കാട്, വയനാട്, കാസർഗോഡ് ജില്ലയുടെ ജില്ലാ മേധാവിയായിരുന്നു ആയുർവേദത്തില്, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറായിരുന്നു. അദ്ദേഹം നിങ്ങൾക്ക് ക്ലാസ് എടുക്കും, നിങ്ങൾക്ക് ട്രെയിനിങ് തരും. ഹൗ ടു ബി എ ന്യൂട്രാസ്യൂട്ടിക്കൽ ഡിസ്ട്രിബ്യൂട്ടർ, ഹൗ ടു ബി എ ന്യൂട്രാസ്യൂട്ടിക്കൽ അഡ്വൈസർ. 10 പൈസ ചെലവില്ല, 10 പൈസ ചെലവില്ല. നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ പഠിക്കണമെന്ന് അറിയാമോ? ഇനി ലൈഫ് വിജയിക്കണോ, ബിസിനസ് വിജയിക്കണോ? ഈ ഞാൻ എന്നെ മൊട്ടത്തലെന്ന് വിളിക്കാം, പക്ഷെ ഇവിടെ വേറൊരു മൊട്ടത്തലുണ്ട്, മിസ്റ്റർ എഡിസൺ ഫ്രാൻസ്. ജസ്റ്റ് ഒന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് നോക്കും, യൂട്യൂബിലൊക്കെ സെർച്ച് നോക്കുക കേട്ടോ. സിരകളിൽ അഗ്നി പടരും, സിരകളിൽ അഗ്നി പടരും. എന്റെ അമ്മോ, ഇന്റർനാഷണൽ മോട്ടിവേഷണൽ സ്പീക്കർ, എന്നെ ജീവിതത്തിൽ മൈക്ക് പിടിക്കാൻ പഠിപ്പിച്ചയാൾ. ഇവരൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങളെ കാത്ത്. നിങ്ങൾക്കറിയോ, നിങ്ങളൊരു ബിസിനസ്, നിങ്ങളൊരു ജോലിയിലാണെങ്കിൽ, നിങ്ങൾക്ക് അസിസ്റ്റന്റ് മാനേജർ ആണെങ്കിൽ, മാനേജർ ആവണമെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ മാനേജർ മരിക്കണം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആണ്, അല്ലെങ്കിൽ പണി പോകണം. ഇല്ലാതായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. ഇവിടെ അങ്ങനെയല്ല. ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ചേരുവകൾ ഇവിടെ ഒരുങ്ങി നിൽക്കുകയാണ് നിങ്ങളെ കയ്യിൽ കിട്ടാൻ. എന്തിന്? നല്ലത് ചെയ്യാൻ പഠിപ്പിക്കാൻ, ബിസിനസ് ചെയ്യാൻ പഠിപ്പിക്കാൻ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിപ്പിക്കാൻ, ഹൗ ടു ബിഹേവ്, ഹൗ ടു പ്രസന്റ് ഇൻ ഫ്രണ്ട് ഓഫ് പബ്ലിക്, എങ്ങനെ സമ്പാദിക്കണമെന്ന് പഠിപ്പിക്കാൻ. ലോകത്തൊരു ഇൻഡസ്ട്രിയും ഇല്ലാത്ത അത്ര ബ്യൂട്ടിഫുൾ ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെക്നോളജി. പണ്ട് ബിൽഗേറ്റ്സ് പറഞ്ഞു, ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാത്ത ഒറ്റ ബിസിനസ് പോലും ഇവിടെ സസ്റ്റെയിൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. നമ്മൾ പൂച്ഛിച്ചു. പക്ഷെ കൊറോണ വന്നപ്പോൾ നമ്മൾ പഠിച്ചു. ആരൊക്കെ കൈ ഫോൺ കൊണ്ട് ബിസിനസ് ചെയ്തു അവരൊക്കെ രക്ഷപ്പെട്ടു, ഇല്ലാത്തവരൊക്കെ ട്രഡീഷണൽ ബിസിനസ് ഒക്കെ അടിഞ്ഞു പോയി. അങ്ങനെയെങ്കിൽ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് സ്മാർട്ട് ഇ-ഷോപ്പ്. നിങ്ങൾ എത്രയോ ആപ്ലിക്കേഷൻ ഫോൺ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു, വാട്സപ്പ്, ഫേസ്ബുക്ക്. എത്ര വർഷമായി തോന്നുന്നു, ഇന്നേ വരെ ഫേസ്ബുക്കിന്റെ അടിത്തട്ട് കണ്ടിട്ടില്ല. ദാ ഇങ്ങനൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ, എന്നിട്ട് ഈ ആപ്പിലൂടെ നിങ്ങളുടെ ID ഓപ്പൺ ചെയ്യൂ, എന്നിട്ട് അതിലേക്ക് ഈ ആപ്പിന്റെ ലിങ്കുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കൂ, എന്നിട്ട് അവരെ നിങ്ങളുടെ ഈ ഓർഗനൈസേഷനെ കുറിച്ച് പരിചയപ്പെടുത്തൂ. നിങ്ങൾ അവരോട് സംസാരിക്കേണ്ട, ഈ ഇൻഡസ്ട്രി സംസാരിക്കും. കാരണം ഈ ഇൻഡസ്ട്രി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു അത്ഭുത മനുഷ്യനാണ്, ഡോക്ടർ അബ്ദുള്ള ഷാദ്. ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് രംഗത്ത് വിപ്ലവകരമായ മാറ്റം വരുത്തിയ വ്യക്തി. ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയെ അപ്പാട് മുടിച്ചു മൂടാൻ ചിലർ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പടപൊരുതി അതിനെ തിരിച്ചു കൊണ്ടുവരാൻ മുന്നിൽ നിന്ന വ്യക്തി. അതിനും അപ്പുറത്തേക്ക് ഒരു എന്തിരൻ സിനിമയിലെ രജനീകാന്ത് ചെയ്യുന്ന ഒരേ സമയം എത്ര കാര്യങ്ങൾ വളരെ ഇന്നേ വരെ ഒരു ക്ഷോഭിക്കാതെ അക്ഷോഭ്യന നിന്നുകൊണ്ട് അന്യന്റെ പണം ഒരു തുള്ളി വിഷമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ച വ്യക്തി. അതിനപ്പുറത്തേക്ക് എന്താ? ഒപ്പം ബിസിനസിന്റെ ചാണക്യ തല കൊണ്ട് ഈ ഇൻഡസ്ട്രിയെ, സജീവ് ഡോക്ടർ ഒരു സയന്റിസ്റ്റ് ആണ്, അദ്ദേഹം ഒരു കച്ചവടക്കാരനല്ല, അദ്ദേഹം ഒരു മണി മോട്ടോയുള്ള ആളല്ല, എനിക്ക് പണം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. അദ്ദേഹത്തിന് ഇഷ്ടം എപ്പോഴും നല്ല സദ്യ ഒരുക്കാനും അതുകൊണ്ട് ആൾക്കാരുടെ അസുഖം മാറ്റാനൊക്കെയാണ് അദ്ദേഹത്തിന് ഇഷ്ടം. എന്നാൽ ആ ആശയത്തെ ലോകത്തിലേക്ക് അവതരിപ്പിച്ചു തന്റെ തലച്ചോറ് കൊണ്ട് മിസ്റ്റർ അബ്ദുള്ള ഷാദ്. അപ്പോ ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെ വേണോ അതെല്ലാം, എല്ലാ ചെരുവും അടങ്ങിയ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടി. നിങ്ങളുടെ ഓൾഡ് ബിലീഫ് സിസ്റ്റം തകർക്കുക, ട്രഡീഷണൽ സിസ്റ്റം തകർക്കുക. നിങ്ങൾ കൂലിക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ടെങ്കിൽ സാലറി ഈസ് സ്ലേവറി, സാലറി ഈസ് സ്ലേവറി. നിങ്ങൾക്ക് ജീവിച്ചു പോകാൻ നിങ്ങളെ അത് സഹായിക്കും, പക്ഷെ നിങ്ങളുടെ സ്വപ്നങ്ങളെ നേരിടാൻ സഹായിക്കില്ല. സഹായിക്കും നിങ്ങൾ ആ സാലറി കിട്ടുന്ന പൈസയെ കൃത്യമായിട്ട് നിങ്ങൾ പണിയെടുക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ആ പണത്തെ നിങ്ങൾ റീഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ബിസിനസ്സോ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റോ ഒക്കെ നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. അല്ലാതെ ജോലി മാത്രം ചെയ്തോ നടുപൊടി. ഇത് നെക്ക് ടോപ്പിന്റെ കാലമാണ്, ലാപ്ടോപ്പും കഴിഞ്ഞു, നെക്ക് ടോപ്പിന്റെ കാലമാണ്. അങ്ങനെയെങ്കിൽ ചേഞ്ച് യുവർ ബിലീഫ്. ഈ ലോകത്തെ പുത്തൻ അവസരങ്ങളെ നിങ്ങൾ തേടിപ്പിടിക്കുക. ആ അവസരങ്ങളിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്ന പ്രോഗ്രാമാണ് ആയുഷ് കാമിയം. പക്ക സയൻസ് ആണ്, വെറുതെ പറയുകയല്ല. ഇവിടെ
ഇന്ത്യയിൽ വെൽനസ് രംഗത്ത് വിപ്ലവം നടക്കാൻ പോവാണ്. അതിൽ ഏറ്റവും പെനിട്രേറ്റിംഗ് പ്രൊഡക്റ്റ് ആയിരിക്കും ന്യൂട്രാസ്യൂട്ടിക്കൽ. ഈ ന്യൂട്രാസ്യൂട്ടിക്കിന്റെ ബലത്തിൽ ഞങ്ങളൊരു സ്വപ്നം പറയട്ടെ. ഞങ്ങളുടെ സ്വപ്നം നല്ലതാണെങ്കിൽ മാത്രം നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരിക. ഡയബറ്റിക് ഫ്രീ നേഷൻ, പ്രമേഹ രോഗങ്ങളില്ലാത്ത നാട്. ഡോക്ടർമാർ കളിയാക്കും, എല്ലാവരും കളിയാക്കും, ഇത് നടക്കില്ല എന്ന് പറയും. പക്ഷെ നിങ്ങൾ നോക്കൂ, ഒരാളുടെയെങ്കിലും പ്രമേഹത്തിൽ നിന്ന് മുക്തനാകാൻ സാധിച്ചാൽ, അതിൽ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രമേഹം മാറ്റാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, എനിക്കങ്ങനെ പറയാനുള്ള അവകാശമില്ല. മറിച്ച് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ഒരാളെ കൊണ്ട് നിർത്തിക്കാൻ സാധിച്ചാൽ അതൊരു നല്ല കാര്യമാണോ മോശം കാര്യമാണോ? 1 കോടി ആൾക്കാർ വേണ്ട, ഒരാൾ വന്നാൽ തന്നെ അത് വിപ്ലവമല്ലേ? ഇവിടെ ഇത്രയും സയൻസ് ഉണ്ടായിട്ട് നീ ജീവിത അവസാനം വരെ കഴിക്കണമെന്ന് പറയുന്ന അടുത്തേക്ക് ഒരാളെ മാറ്റാൻ സാധിച്ചാൽ വലിയ കാര്യമല്ലേ? അത് നന്മയാണോ തിന്മയാണോ? നന്മയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരിക. വി ആർ ഓൺ എ മിഷൻ. എന്താ മിഷൻ എന്നറിയാവോ? ഡ്രഗ് ഫ്രീ ഹോം. മയക്കുമരുന്നല്ല കേട്ടോ, ഗുളികകളില്ലാത്ത വീട് മീൻസ് ആരോഗ്യമുള്ള വീട്. ഗുളിക കയറുന്ന എപ്പോഴാ? അനാരോഗ്യം വരുമ്പോഴാണ്. നമുക്ക് രോഗത്തെക്കുറിച്ച് സംസാരിക്കേണ്ട, നമുക്ക് ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കാം. നമ്മൾ രോഗത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന രോഗം വന്നുകൊണ്ടേയിരിക്കും. പണ്ട് മദർ തെരേസയോട് പറഞ്ഞു, നമുക്ക് യുദ്ധത്തിനെതിരെ ഒരു സമരം നടത്തണം, അല്ലെങ്കിൽ ജാഥ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, നമുക്ക് സമാധാനത്തിന് വേണ്ടി രാജ നടത്താം. അതേപോലെ തന്നെ നമുക്ക് ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കാം, ആരോഗ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാം. ആ മേഖലയെക്കുറിച്ച് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ സമ്പത്തിനെ കുറിച്ച് പഠിക്കും. ഫിനാൻഷ്യൽ വെൽനസ്. പണമില്ലെന്ന് പറഞ്ഞ് കരയുകയല്ല വേണ്ടത്. മൈ പ്രൊഫഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു, എന്റെ ജോലി ഇതാണ്. സമ്പത്തിനെ കുറിച്ച് ആൾക്കാരെ പഠിപ്പിക്കുക. സ്കൂളിലും കോളേജിലും പഠിക്കാത്ത പാഠങ്ങൾ പഠിപ്പിക്കുക. ഇവിടുത്തെ സ്കൂളും കോളേജും ഒക്കെ ജോലിക്കാരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്, സമ്പത്ത് സൃഷ്ടിക്കാൻ. അതൊക്കെ ബിസിനസ്സുകാരുടെ കുത്തകയാണ്. നോക്കൂ, എനിക്കും നിങ്ങൾക്കും ബിസിനസ് ചെയ്യാൻ കോടികൾ വേണമെങ്കിൽ വേണ്ടാന്നേ, 5000 രൂപയുണ്ടോ, ഓക്സിലേക്ക് വാ. ഈ വെൽനസ് ഇദ്ദേഹത്തെ കാണുക. ഇദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് അഡ്വൈസർ ആയിരുന്നു കേട്ടോ അന്നത്തെ. അദ്ദേഹം പറഞ്ഞു വെക്കുന്നു, വെൽനസ് രംഗത്ത് വൻ വിപ്ലവങ്ങൾ വരാൻ പോവാണ്. വെൽനസ് ഇൻഡസ്ട്രി ലോകത്തുനിന്ന് ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ഇന്ത്യൻ വെൽനസ് ഇൻഡസ്ട്രിയിൽ നോക്കൂ, കോടാനുകോടി രൂപയുടെ ടേണോ. ഇതൊക്കെ ഗൂഗിളിൽ സെർച്ച്, ഞാൻ നേരത്തെ പറഞ്ഞു സയന്റിഫിക് ബേസ് ഇല്ലാതെ ഒരു കാര്യം ഞാൻ പറയില്ല. കോടാനുകോടി രൂപയുടെ ടേൺ ഓവറിലേക്ക് ഇന്ത്യൻ വെൽനസ് മാറുകയാണ്. അതിൽ അംബാനി ആവണ്ടാന്നേ, അദാനി ആവണ്ടാന്നേ, ഉജാല രാമേന്ദ്ര ജനായ മതിയെന്നേ. നമ്മുടെ ഇരിക്കുന്ന സ്റ്റഫ് നല്ലതാണോ? നമ്മുടെ ഇരിക്കുന്ന ഫോർമുല നല്ലതാണോ? നമ്മുടെ ഇരിക്കുന്ന പ്രൊഡക്റ്റ് നല്ലതാണോ? ഉജാല ക്ലിക്കായതുപോലെ ഓക്സി വെൽനസ് ക്ലിക്കാവും. തിരിയുന്നവന് തിരിയും, ഇല്ലാത്തവർക്ക് നട്ടം തിരിയും. തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം, ഞാൻ ഈ പറഞ്ഞത് നന്മയുടെ അംശവും സാധ്യതയും ഉണ്ടെങ്കിൽ മാത്രം എന്റെ കയ്യിലടിക്കാം. അടിക്ക് നല്ല പവർ ഉണ്ടല്ലോ. അപ്പോ പ്രകൃതി കനിഞ്ഞണിയ റിസോഴ്സ് നമ്മുടെ ചുറ്റുമുണ്ട്. ഈ ഓരോ മഴയ്ക്കും തളിർത്തു പോകുന്ന കോടാനുകോടി ഔഷധങ്ങൾ നമുക്കുണ്ട്. ആ പ്രകൃതിയുടെ ശക്തിയെ ആവാഹിച്ച് ഉൽപ്പന്നമാക്കി മാറ്റാനുള്ള ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്. ഈ ടെക്നോളജിയും ഈ പ്രകൃതിയുടെ ശക്തിയും മോഡേൺ സയൻസും ഈ IT ഇൻഫർമേഷൻ ടെക്നോളജിയും അതിനോടൊപ്പം നിങ്ങളുടെ ജീവിക്കാനുള്ള വിശപ്പും കൂടി ചേരുമ്പോൾ, ആസ് എ കോർപ്പറേറ്റ് മെന്റർ, ഞാനും ഈ കമ്പനിയുമായിട്ടുള്ള കരാർ എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ ടേൺ ഓവർ 10,000 കോടി രൂപയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കഴുത്തിന് ജീവനുണ്ടെങ്കിൽ മക്കളെ നമ്മളോട് ടച്ച് ചെയ്യും. കാരണം അത്ര വലിയ 13,000 കോടി രൂപയുടെ ഇൻസുലിൻ കൊടുത്തു കഴിഞ്ഞ ദിവസം ഇന്ത്യയില്. എന്നിട്ട് പറയുകയാണ് നാളെ വീണ്ടും വാ, ഇതേ 10,000 കോടി. കാരണം ഒരാൾക്ക് പോലും ഇത് നിർത്താൻ പറയാൻ പറ്റൂല. അങ്ങനെയെങ്കിൽ അവിടെ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഉൽപ്പന്നം 10,000 കോടി എന്ന് പറയുന്നത് അതിന്റെ മിഠായി കാശായിരിക്കും. അതിനും അപ്പുറത്തേക്ക് ഇത് പോകും. 160 രാജ്യങ്ങളിലേക്ക് ഇത് പോകും. അന്ന് പറയരുത് ഞാൻ പണ്ടിത് കേട്ടതോ, എനിക്ക് അന്ന് ചെയ്യാമായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യരുത്, പറയാൻ നിൽക്കരുത്. സ്റ്റേ ഹെൽത്തി, വെൽത്തി ആൻഡ് ഹാപ്പി. സോ ലെറ്റ് us കൺക്ലൂഡ്. നിങ്ങൾ എത്ര പേര് കാണുന്നുണ്ടല്ലോ സ്ക്രീൻ അല്ലേ? എത്ര പേര് ഈ ജീവിയെ കയ്യിലെടുത്ത് ഉമ്മ കൊടുക്കും? എത്ര പേര് കൊടുക്കും? കൊടുക്കില്ല. ശരി. ഇപ്പോഴോ? ഇവൻ തന്നെയാണ് ഇതായി മാറിയത്. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മൾക്കും ചിലപ്പോൾ ഇതേ അവസ്ഥ ഉണ്ടാവാം. നമ്മളും ചിലപ്പോൾ ഇപ്പോൾ പുഴുവായിരിക്കാം, ചിലപ്പോൾ കടം കയറി മുടിഞ്ഞിരിക്കായിരിക്കാം, ചിലപ്പോൾ രോഗം കൊണ്ട് കഷ്ടപ്പാടുകായിരിക്കാം, ചിലപ്പോൾ നമ്മൾ അത്ര സ്ട്രെസ്ഡ് ആയിരിക്കാം. നിങ്ങൾ പുഴുവായിക്കോളൂ, പക്ഷേ പൂമ്പാറ്റയാവാൻ വേണ്ടി പുഴുവാവണം. ഏത് പൂമ്പാറ്റയ്ക്കും ഒരു പുഴുവിന്റെ ജന്മമുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും കടന്നു പോകും.
പൂമ്പാറ്റയാവാൻ വേണ്ടി പുഴുവാവണം. പുഴുവായി ജനിച്ച് പുഴുവായി ജീവിക്കാൻ വേണ്ടി ജീവിക്കരുത്. കടത്തിൽ ജനിച്ച് കടത്തിൽ വളർന്ന് കടത്തിൽ ജീവിച്ച് കടത്തിലൊടുങ്ങുന്ന കടം കൊണ്ട ജന്മങ്ങളാവാൻ വേണ്ടി ജീവിക്കരുത്. പൂമ്പാറ്റയാവാൻ വേണ്ടി ജീവിക്കണം. സ്വപ്നങ്ങളുടെ ചിറകിൽ ജീവിക്കണം. ആ സ്വപ്നങ്ങളെ ഏറ്റുപിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി നിൽക്കാൻ പറ്റുന്ന ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ്, ഐ റിപ്പീറ്റ്, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ഓക്സി വെൽനസ് എന്ന് പറയുന്നത്. ജോയിൻ ഓക്സി ഇന്റർനാഷണൽ. നിങ്ങൾക്ക് സപ്പോർട്ട് ഒരുക്കാൻ നമ്മൾ കൂടെ ഉണ്ടാവും. കാരണം ഒറ്റ വാക്കേ ഉള്ളൂ, എൻ്റെ അപ്പനെ കൊണ്ടുപോയത് ക്യാൻസർ ആണെങ്കിൽ ആ രോഗത്തിനെതിരെ പടപൊരുന്ന ആർക്കും ഒരു എന്ത് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് എൻ്റെ പ്രതിജ്ഞയാണ്, ഒരു മോന്റെ കർത്തവ്യമാണ്. ഞാനത് ചെയ്യും, കൂടെ നിന്ന് ചെയ്യും. ടുഗദർ വി ക്യാൻ. ഒരുമിച്ച് ഒന്നായി നിന്ന് നമ്മൾ നേടും. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു ആൾ.